ഇമ്പോസിബിൾ ആയിട്ടില്ല, എല്ലാം പോസിബിൾ ആണ്. ബിക്കോസ് ദ വേർഡ് ഇമ്പോസിബിൾ ഇറ്റ്സെൽഫ് മീൻസ് ഐ ആം പോസിബിൾ. ഓക്കേ, എന്റെ കളികളെല്ലാം നീ കാണാതിരിക്കുന്നേ ഉള്ളൂ. അലിയച്ചാരെ, കളിയൊന്നും ഈ മണ്ണിന് വേണ്ട, ഇത് ജിത്തുബായുടെ മണ്ണാണ്. കളി നീയായിട്ട് നിർത്തിയാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ കളി ജിത്തുബായുടേതാവും. പണി പാളും. ജിത്തുബായി നടക്കുന്നതേ പറയൂ, പറയുന്നേ സംഭവിക്കും. ഇവന്റെ ഒക്കെ വീടും ഗോഡൌണും ബിനാമി വസ്തുക്കളും എല്ലാം ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കണം സാർ. എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കിട്ടാതിരിക്കില്ല. ഒന്നുമില്ലെങ്കിൽ നരി കടന്ന മടയല്ലേ, ഒരു രോമമെങ്കിലും കാണാതിരിക്കില്ല. ഹൃദയത്തിൽ അറയുന്ന ആറയിൽ നീ മാത്രം, എൻ മനസ്സിൽ കഥകൊന്ന ആ കഥകിൽ നീ മാത്രം. ജിത്തു എന്ന വ്യക്തിയെ ഈ ലോകത്തിനറിയാം, എന്നാൽ ജിത്തുവിനെ ശേഖരൻ അറിയില്ല. ഞാൻ തീയിൽ കൊടുത്ത വെയിലത്ത് വാടില്ല മിസ്റ്റർ ശേഖർ. ആകാശത്തൂടെ പറന്നു നടക്കുന്ന പക്ഷിയെ ഏണി വെച്ച് പിടിക്കാൻ നോക്കല്ലേ പോലീസ്. പണി പാളും. നോക്കിക്കോ, നിന്നെ ഞാൻ തളയ്ക്കും. മതമിളകി ആനയെ തളയ്ക്കാനും എനിക്കറിയാമിടും. ആനയെ തളച്ചാൽ ആനയ്ക്കല്ല, തളയ്ക്കപ്പെട്ട മരത്തിനാണ് കേട്. അണ്ണാൻ ആനയോളം വായു പൊളിക്കാനാകില്ലെന്നാണ്. അങ്ങനെയല്ല, അങ്ങനെ ഒരു കാലം ഉണ്ടെങ്കിൽ ജയം നിന്റേത്, അല്ലെങ്കിൽ ജയം ജിത്തുബായുടേത്. കാരണം ജിത്തുബായിക്കൊന്നും ഇമ്പോസിബിൾ ആയിട്ടില്ല, എല്ലാം പോസിബിൾ ആണ്. അതെന്താ, ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന അമേരിക്കയിലും നമ്മൾ ഇന്ത്യയിലും അങ്ങനെയൊന്നല്ലോ. നമ്മുടെ നാട്ടിൽ നമ്മുടെ കൺമുന്നിൽ വെച്ച് നമ്മുടെ പരിചയക്കാർക്കെതിരെ നടക്കുന്ന ഇത്ര അനീതികൾ രണ്ട് കൈയും കെട്ടി നോക്കിയിരിക്കാൻ എനിക്ക് കഴിയില്ല. ഐ ഹാവ് ടു റിയാക്ട്. എടാ, നീ മാത്രം റിയാക്ട് ചെയ്തുകൊണ്ട് എന്ത് റിസൾട്ട് കിട്ടാനാ? എവരി ആക്ഷൻ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏത് പ്രവർത്തിക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഫലം ഉണ്ടാവും. അതല്ലാതെ ഒരു കിണറ്റിലെ തവള ചിന്തിക്കുന്ന പോലെ ഇതാണ് ലോകം, ഇതാണ് സത്യം എന്ന് ചിന്തിച്ചുകൊണ്ട് കണ്ടുപൂട്ടി ഇരുട്ടാക്കി ജീവിക്കാൻ എനിക്ക് പറ്റില്ല. മൺകുഞ്ഞപ്പം ഓടേണ്ടേ, കുളിർ കാറ്റിൽ നൃത്തം വെക്കേണ്ടേ, കാറ്റാടി തണൽ നൽകും കാപ്പിത്തോട്ടങ്ങൾ മണമേക്കും പുൽമേട്ടിൽ ചാഞ്ഞുറങ്ങ അരുവികളിൽ എന്നെ മനസ്സിലായില്ലേ? എടാ, നീ ആ മാങ്ങാത്തൊലി ചോക്ലേറ്റിന്റെ ഏജന്റ് ജിത്തുബായി അല്ലേ? മാങ്ങാത്തൊലി അല്ല സാർ, മാംഗോ ടേസ്റ്റി. മാംഗോ ടേസ്റ്റി. എടോ, ബിസിനസ് നടക്കണമെങ്കിലേ വാങ്ങുന്നവർക്കൊക്കെ എന്തെങ്കിലും ഓഫർ കൊടുക്കണം സാർ. 5 രൂപയുടെ ചോക്ലേറ്റ് വാങ്ങുന്നവന് 5 കോടി രൂപയുടെ വിമാനം ഫ്രീ ആയി കൊടുക്കാൻ പറ്റുമോ? പലതും ഓഫർ കൊടുക്കാന്ന് പറഞ്ഞ ആളുകളെ കൊണ്ട് പറ്റിക്കണം. ഇതൊക്കെ ബിസിനസിന്റെ ടെക്നിക്കല്ല ബായി. ഇത്തരം തട്ടിപ്പ് പരസ്യങ്ങളിൽ ഞാനും എന്റെ മുതലാളി വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ഗാന്ധിയൻ ചിന്താഗതിക്കാരാണ് സാർ. ഓരോ ഗാന്ധിയന്മാര് വന്നിരിക്കുന്നു. നിലവിലുള്ള സ്റ്റോക്ക് തീർന്നിട്ട് മതി പുതിയതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുള്ളൂ. ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല.
നിദ്രാവിഹീന രാത്രികൾ വിരഹദുഃഖം തീർക്കില്ല. ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല. നിദ്രാവിഹീന രാത്രികൾ വിരഹദുഃഖം തീർക്കില്ല. കാമിനി കാമിനി. ഇതാണ് ചോക്ലേറ്റ്, വേഗം കഴിച്ചോ. ആ പാരയൊക്കെ കണ്ടാൽ ഷുഗർ കൂടും എന്ന് പറഞ്ഞ് ചോക്ലേറ്റ് കഴിക്കാൻ സമ്മതിക്കില്ല. ആ അച്ഛൻ, അച്ഛനല്ല പാരഗോപാലൻ. അച്ഛനിപ്പോ വന്നു. അച്ഛൻ വന്നിട്ടേ 10-15 കൊല്ലം. ഇപ്പോൾ ഞാൻ നിന്റെ പ്രേമത്തിന്റെ ഗന്ധമല്ല, എന്റെ കൂട്ടുകാരുടെ ചോരയുടെ ഗന്ധമാണ് എനിക്ക് മണക്കുന്നത്. ഞാൻ അവരെ സഹായിച്ചില്ലെങ്കിൽ അവർ മരിക്കും. പാടില്ല, എനിക്ക് അവരെ സഹായിച്ചേ പറ്റൂ. കൊഞ്ചിക്കൊഴിയുന്നേ തട്ടിക്കൊഴിയുന്നേ. എന്നക്ഷരം ആദ്യം പഠിപ്പിച്ച അമ്മയെ ഞാൻ മറക്കില്ല. താരാട്ട് പാടിയൻ സാന്ത്വനമേകിയ അമ്മയെ ഞാൻ മറക്കില്ല. വാത്സല്യമൂർത്തിയായി സ്നേഹം വിളമ്പിയ അമ്മയെ ഞാൻ മറക്കില്ല. കാരുണ്യനിധിയായി അമ്മിഞ്ഞയൂട്ടിയ അമ്മയെ ഞാൻ മറക്കില്ല. എന്നുണ്ണി പൊന്നുണ്ണി കണ്ണനുണ്ണി ഞാനീടോ വാവാവോ ചാഞ്ഞുറങ്ങി. എന്നുണ്ണി പൊന്നുണ്ണി കണ്ണനുണ്ണി ഞാനീടോ വാവാവോ ചാഞ്ഞുറങ്ങി. അമ്മയെന്നക്ഷരം ആദ്യം പഠിപ്പിച്ച അമ്മയെ ഞാൻ മറക്കില്ല. ഒരാൾ കരയുമ്പോൾ അവരുടെ കണ്ണുകൾ നോക്കി അവരുടെ ഹൃദയത്തിന്റെ വേദനകളെ അറിയാൻ ആർക്കും കഴിയും. എന്നാൽ ഒരാൾ പുച്ഛിരിക്കുമ്പോഴും അവരുടെ കണ്ണുകൾ നോക്കി അവരുടെ ഹൃദയവേദനയും മനസ്സിന്റെ വേദനയും പഠിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ കാമുകൻ. ബന്ധങ്ങളെല്ലാം ബന്ധനം, മായകളല്ലോ ബന്ധങ്ങൾ. സ്നേഹമെല്ലാം ബന്ധനം, കുമിളകളല്ലോ സ്നേഹങ്ങൾ. കുട്ടിലെ തത്തമ്മയ്ക്കും ബന്ധനം, കാഴ്ച കുട്ടിലെ സിംഹത്തിനും ബന്ധനം. ബന്ധങ്ങളെല്ലാം ബന്ധനം, മായകളല്ലോ ബന്ധങ്ങൾ. സ്നേഹമെല്ലാം ബന്ധനം, കുമിളകളല്ലോ സ്നേഹങ്ങൾ. മൂക്കിന് താഴെ കുറച്ച് രോമം മുളച്ചെന്ന് കരുതി ആരും ആണാകില്ല. ചങ്കുറ്റും ചങ്കർപ്പും വേണം. അവനെ മാത്രമേ ആണെന്ന് വിളിക്കാൻ പറ്റൂ. അതല്ലാതെ ചെറുപ്പത്തിൽ അമ്മ പാടിത്തന്ന താരാട്ടുപാട്ടിന്റെ ഹാങ് ഓവർ മാറാതെ ജീവിക്കുന്ന നിങ്ങളെയൊന്നും ആണുങ്ങളെ കണക്കാക്കാനാകില്ല. ചിത്തുബായിക്ക് അവനെ ശരിക്കും അറിയില്ല. അവൻ ഒന്നിനും മടിക്കില്ല. 1000 വർഷം എലിയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം പുലിയായി ജീവിക്കുന്നതാണ്. വേണ്ട, നിങ്ങൾ ഒരുത്തൻ എന്റെ കൂടെ വരണ്ട. ഞാൻ ഒറ്റയ്ക്ക് അവന്റെ വീട്ടിലേക്ക് ചെല്ലും. അവൻ അഹങ്കരിക്കുന്നെല്ലാം തകർത്തേ ഞാൻ തിരിച്ചു വരൂ. എന്റെ ജിത്തുബായി അത് ഇമ്പോസിബിളാ. ജിത്തുബായിക്കൊന്നും ഇമ്പോസിബിൾ ആയിട്ടില്ല. എല്ലാം പോസിബിൾ ആണ്. ബിക്കോസ് ദ വേർഡ് ഇമ്പോസിബിൾ ഇറ്റ്സെൽഫ് മീൻസ് ഐ ആം പോസിബിൾ.